വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ബാക്ക് ടു ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. സമയം 3:28. നമുക്കിന്നിപ്പം ഹൈവേയിലോട്ട് കയറണം. നല്ല ക്ലൈമറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് വയനാട് റോഡിലോട്ട് കയറാനാണ് പാട്. കാരണം ഈ റോഡ് വന്നതിന് ശേഷം ആക്ച്വലി ഇപ്പോൾ ഈ കാണുന്ന ഈ മഞ്ഞ ബോർഡതാ മുകളിലുള്ള ഹെവി വെഹിക്കിൾ, ലൈറ്റ് വെഹിക്കിൾ എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ, അതായത് ഈ സൈഡിലൂടെ ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ആദ്യം കടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പല സമയത്തും പല റൂട്ടിലൂടെയാണ് ഇതിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു എക്സിറ്റ് എന്തെങ്കിലും കാണുമായിരിക്കും. എൻട്രി 500 മീറ്റർ കാണിക്കുന്നുണ്ട്. ഇതിലങ്ങ് കയറിപ്പോൾ എൻട്രി ആയാലും എക്സിറ്റ് ആയാലും ഇതിൽ പോയിട്ട് നമുക്കിനി അവിടെ ഒരു അണ്ടർപാസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ കടന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട്. പക്ഷേ അതൊരു നേരായ മാർഗ്ഗമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ബസ്സൊക്കെ ഇപ്പം എങ്ങനെ പോവുക എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്. ബസ്, ട്രക്കുകളൊക്കെ ഇനി വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതായിരുന്നു നമ്മുടെ റോഡ്, ഇങ്ങോട്ട് കയറേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ വയനാട് റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ബാംഗ്ലൂർ പോകുന്ന വഴിയാണല്ലോ, അറിയാലോ. അപ്പോൾ റൂട്ട് മുത്തങ്ങ വഴി നമ്മൾ ഗുണ്ടൽപേട്ട ചെല്ലുന്നു. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ സാധാരണ പോകുന്ന ചാമരാജനഗർ. ആക്ച്വലി ചാമരാജനഗർ നമ്മൾ കയറത്തില്ല, പക്ഷേ അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ മാലവള്ളി, കനകപ്പുര ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ മൈസൂർ ടച്ച് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ബാംഗ്ലൂരിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചെറുതായിട്ട് ഡ്രിസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടുന്ന്. പെടാനൊന്നുമില്ല, എല്ലാ റെയിൻകോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചടങ്ങാണ് നിർത്തിയിട്ട് വീണ്ടും അതൊക്കെ ഇടുക എന്നുള്ളത്. നമ്മളിപ്പം കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. താമരശ്ശേരി. അപ്പോൾ നമ്മളങ്ങനെ താമരശ്ശേരി എത്തിയിരിക്കുകയാണ്. താമരശ്ശേരിയിൽ നിന്ന് നമുക്കിനി അടിവാരത്തെത്തിയിട്ട് വണ്ടി ഒന്ന് നിർത്തണം. അയ്യോ, വീണ്ടും ഡ്രിസിലിംഗ് തുടങ്ങിയല്ലോ. നമുക്ക് അടിവാരത്ത് എന്തായാലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, നോക്കണം മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഗൂഗിളിലൊന്ന് തപ്പി നോക്കാം എങ്ങനെയാണ് ചുരം ഭാഗത്തൊക്കെ മഴയാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോവാം.
അപ്പോൾ എന്തായാലും അടിവാരം എത്തിയിട്ട് നമുക്ക് ഫുഡൊന്ന് കഴിക്കണം. ഫുഡ് മീൻസ് ലൈറ്റായിട്ട് ഒരു ചായ എന്തെങ്കിലും കടി എന്തെങ്കിലും കഴിക്കണം. കാരണം വിഷമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ 3 മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റാണ്. 3:30 നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താണെങ്കിലും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും 3 മണിക്ക് എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട്. മഴ സ്ട്രോങ് ആവുകയാണല്ലോ. ക്യാമറയ്ക്ക് പണിയൊന്നും കിട്ടത്തില്ല കേട്ടോ. ക്യാമറ ഫുൾ വയർലെസ് ആണ്. അതുകൊണ്ട് മൈക്ക് ഊരി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നൊന്നുമില്ല. വയർലെസ് മൈക്ക് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഞാനൊന്നായിട്ട് ഊരി വെക്കേണ്ടി വരുമെന്നാണ്. ഇങ്ങനെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാക്കറ്റ് പണി കിട്ടും. ലെതർ ജാക്കറ്റാണ്. ഈ ചെറിയ ഡ്രസ്സിലിംഗ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ അതങ്ങ് ഉണങ്ങി പോയിക്കോളും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ലെതറാണ്, പണി കിട്ടും. അടിവാരം എത്തിയിരിക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അധികം മഴ കൊള്ളാത്തൊരു സ്ഥലം നോക്കി അങ്ങ് നിർത്തിയേക്കാം. ജസ്റ്റൊരു ചായ കുടിക്കട്ടെ. ഒന്ന് ചൂടാക്കണം. കാരണം കുറേ നേരമായി. അപ്പോൾ അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് വണ്ടി ഓടിച്ചിട്ടോ. മഴ നിൽക്കുന്നില്ല. ചെറിയ ഇതേപോലെ ഈ ഒരു ചാറ്റൽ മഴയുണ്ട്. നമ്മളിപ്പം ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. സമയം 4:33. മഴ സ്ട്രോങ് ആവുകയാണല്ലോ. ശേ, ഗൂഗിളിലെ വെതർ റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് മഴയൊന്നും കാണിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ കാണത്തില്ലായിരിക്കുന്നു. റെയിൻകോട്ട് ഇട്ടില്ല. മണ്ടത്തരമായി പോയോ എന്നൊരു സംശയം. ഇനിയിപ്പോൾ ഇവിടെ എവിടെയും കയറി നിൽക്കാൻ പറ്റിയൊരു സ്ഥലവും കാണത്തില്ല. അതാണ് ഒരു സീൻ. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കണം. സെറ്റാക്കുക മീൻസ് മൊബൈലൊക്കെ പാൻറ്റിലാണ്. അത് ഒന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കണം. അല്ലെങ്കിൽ പണി വാലുമുള്ളത്തിൽ കിട്ടും. അപ്പം ഇതെങ്ങനെ മാറ്റി വെക്കുമെന്ന് അപ്പം ഞാനും നോക്കുന്നത്. ഇവിടെ വെട്ടും വെളിച്ചമാവില്ല. അയ്യോ, ആകെ പോയോ? ഓണാവടാ. യെസ്, ഇനി സീനില്ല. ഗ്ലൗ ഇട്ട് പോവാം.
ലെറ്റ്സ് ഗോ. അയ്യോ, ബസ് മുന്നിൽ കയറി. എല്ലാം ബ്ലേഡായിട്ട് ഇരിക്കുക. അപ്പം ഇത് നമ്മൾ പുതിയ KSRTC അല്ലേ? ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് ബസ്സൊക്കെ വരുന്നൊക്കെ. നമ്മളിപ്പോൾ 6th ഹെയർ പിൻ വളവിലാണുള്ളത്. പോലീസുകാരൊക്കെ കിടന്നുറങ്ങുന്നതാണ് ബസ്സിൽ. ബ്ലോക്കൊന്നും ആവാതിരുന്നാൽ മതി. 7th കർവിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അവൻ്റെ വലി മുട്ടിപ്പിക്കേണ്ട, നമുക്കൊരു സൈഡിലൂടെ ഒന്ന് പോരാ. ലോറിയൊക്കെ ഷിറ്റ്. ഇതെന്താ ഇപ്പോൾ ഇത് ഫുൾ ബ്ലോക്കാണല്ലോ ഡേ. അയ്യോ, പണി പാളിയോ. നമുക്കങ്ങനെ പോയോക്കാം. ഷിറ്റ്, ബസ് വരുന്നുണ്ട്. ഫുൾ സീനാണല്ലോ. നമ്മൾ 3 മണിക്ക് നേരത്തെ കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ബ്ലോക്കിലൊന്നും പെടാതെ അങ്ങ് പോരാൻ വേണ്ടിയായിരുന്നു. അയ്യോ, ഇതിപ്പോൾ എന്താ അവസ്ഥ? വല്ലതും നടക്കുമോ? നിങ്ങളും അവിടെ സാധനം സെറ്റാക്കിയിരുന്നോടെ, നമ്മൾ പോട്ടെ. ഇനി നമ്മളിതാ വയനാട്ടിലോട്ട് കടക്കാൻ പോവുകയാണ്. യെസ്, വെൽക്കം ടു വയനാട്. നമ്മളിപ്പോൾ അങ്ങനെ സുൽത്താൻ ബത്തേരിയെല്ലാം കഴിഞ്ഞു. കുറേ ഇങ്ങോട്ട് പോന്നു. മുത്തങ്ങ എത്താറായിട്ടുണ്ട്. ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാണ്. സമയം 6 മണിയായി. നമ്മൾ 6 മണിക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനിടയിൽ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഒരു 10-15 മിനിറ്റ് പള്ളിയിലൊന്ന് കയറി പ്രയറൊക്കെ ഒന്ന് കഴിഞ്ഞു. അങ്ങനെ ഒരു 15 മിനിറ്റ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പോകുന്ന വണ്ടികളെല്ലാം ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ
ക്യൂ ആയിരിക്കും, റഷായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെന്ന് ഫ്രണ്ടിൽ പോയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഇതിപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ക്യൂ ആവാനാണ് സാധ്യത. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇനി അധികം ദൂരമൊന്നുമില്ല. യെസ്, എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ഉണ്ടാവുന്ന. ഈ ഒരു ഹമ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിനോട് ഇവിടെ പറയാണ്. സോ നമ്മളിപ്പോൾ അങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗുണ്ടൽപേട്ടിൽ നിന്നാണ് നമുക്ക് റൈറ്റ് എടുത്തിട്ട് തിരിഞ്ഞ് പോകാനുള്ളത്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മളെ കനകപുര മാലവള്ളി ആ റൂട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുത്തില്ലേ, ഇവിടുന്ന് ഫസ്റ്റ് കാണുന്ന റൈറ്റ് എടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ചാമരാജനഗർ റൂട്ട് കാണാം. ഈ റൂട്ടിലങ്ങ് വെച്ച് പിടിക്കുക. അന്നേരം നമ്മൾ സത്യമംഗലം കോയമ്പത്തൂർ പോകുന്ന ഹൈവേയിൽ ടച്ച് ചെയ്യും. അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക, നേരെ പിടിച്ച ബാംഗ്ലൂരിലോട്ടാണ്. അതന്നെ, വേറെ ഒന്നും നോക്കാമല്ല. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. നമുക്ക് സാധാ എങ്കിൽ സാധാ അടിച്ചിട്ട് പോവാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ അത് മതി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടയ്ക്കൊക്കെ ഈ ഇഞ്ചക്ടർ ക്ലീനറൊക്കെ ഉണ്ടല്ലോ, അഡിക്റ്റീവ്സ്, അതൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത് ഓരോ 1000 കിലോമീറ്ററൊക്കെ കൂടുമ്പോഴേ ഒന്ന് വയ്ക്കുന്നത് നന്നായിരിക്കും. അത് 1000 ആക്കി. നേരത്തെ മഴ പെയ്തപ്പം എടുത്ത് വെച്ചായിരുന്നതല്ലോ. പെട്രോൾ അടി കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ നിർത്തണം. നേരത്തെ അവിടുന്ന് നമ്മൾ എവിടെ നിന്ന് ചായ കുടിച്ചേ? ആടിവാരത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഒരു പഴംപരിയും 1 ടീയും അടിച്ച് കയറ്റിയായിരുന്നു. അതെല്ലാം ആവിയായി പോയിട്ടുണ്ട്. So let's go. Welcome to Chamarajanagar, the land of folk art. നമ്മുടെ ഹൈവേ ആണ് കാണുന്നത്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. കോയമ്പത്തൂർ അങ്ങോട്ട് ചാമരാജനഗർ നേരെ പോകണം. കൊള്ളികൾ ഈ ഭാഗത്തോട്ട് തന്നെ ബാംഗ്ലൂർ കനകപുര ഈ റൂട്ടാണ്. ഇതൊരു വലിയ 4 ലൈൻ ഹൈവേ അങ്ങനെയൊന്നുമല്ല. സാധാരണ ഒരു
2 ലൈൻ ഹൈവേ ആണ്. പക്ഷേ ട്രാഫിക് കുറവാണ്. പിന്നെ അങ്ങനെ ടൗണുകളോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോകാം. നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് പോയാലോ? ഇവിടെ ഓപ്പൺ ആണോ എന്തോ? യെസ്. എന്താ അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ? ഇനി നേരെ കനകപ്പുര ഈ റോഡ് നേരെ ചെന്ന് മുട്ടുന്നത് നമ്മൾ നൈസ് റോഡിലോട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ മൈസൂർ പോകേണ്ടവർക്ക് എക്സിറ്റ് എടുത്ത് മൈസൂർ പോകും. അങ്ങനെ കുറേ റൂട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെനിക്ക് തോന്നുന്ന മാലവള്ളി എത്തുമ്പോഴാണ് വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അവിടുന്ന് നമുക്ക് മാലവള്ളി എത്തുന്ന ഒരു ചെറിയ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് എടുത്ത് പിന്നെ ഒന്നും നോക്കിയല്ല, നേരെ പിടിച്ചാൽ മതി. ഒരു സംഗതിയും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോർഡുണ്ടല്ലോ, ഡുഗാട്ടി, ഈ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ മാസം തോന്നുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിട്ടുണ്ടായിരുന്നു. ഡുഗാട്ടി എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി കാണിച്ചിട്ട്, ഈ വണ്ടി ഇതുമേ ഡുഗാട്ടിന്ന് എഴുതിയുണ്ടല്ലോ. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഒരു റീലിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 2.5 ലക്ഷം വ്യൂസ് ഇതുവരെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിലായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്താ ആർമിക്കാരെ വണ്ടി, ട്രക്ക് പോകുന്നുണ്ടല്ലോ. ഒന്നുമില്ല, കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇന്നത്തെ ബാക്കിൽ കുറേ അങ്ങോട്ട് പോയി. അല്ല, അടുത്ത ആൾ വിസിലടിക്കുന്നത്. എൻ്റെ വണ്ടി പോകുമ്പോൾ എന്തോന്നറിയില്ല, വിസിലടിക്കുന്നുണ്ടോ? അടുത്ത ആളെ നോക്കിക്കേ, വിസിലടിക്കുന്നുണ്ടോ നോക്കിക്കോ. വേണ്ട വേണ്ട, അവിടെയും വിസിലടിച്ചു. ഇതെന്തിനാ വിസിലടിക്കുന്നത്? എന്തെങ്കിലും സിഗ്നലാണോ? നമുക്കിട്ട് വല്ല പണി തരാനുള്ള വകുപ്പാണോ? എന്തിനാ വിസിലടിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. കാരണം ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നു. ഞാൻ പാസ് ചെയ്യുന്ന വണ്ടികളൊക്കെ എന്നെ കാണുമ്പോൾ വിസിലടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു കിടിലൻ ഒരു സ്ട്രെയിറ്റ് റോഡ് കാണിച്ചു തരാം കേട്ടോ. അത് വണ്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊളിക്കാം. ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ സാവധാനം പോവാം. കാരണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേ ആണ്. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, വണ്ടികളൊന്നുമില്ല, ഓപ്പൺ റോഡ്. ലെറ്റ്സ് ഗോ. വണ്ടി ഒന്ന് നിർത്തണം കേട്ടോ. കാരണം നിതംബങ്ങൾ പണി തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിർത്താം, സൈഡിലോട്ടാക്കാം.
തണലുള്ളതൊക്കെ നിർത്താം. ആ സൈഡിൽ തണലില്ല. So, let's go. കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം സിറ്റിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിർത്താനൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി.